Hello friends, welcome to the channel. 𝙑𝙠𝙀𝗡𝗏 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖമാശംസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് വേറൊരു TWS തന്നെയാണ്. അതും ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു 1500 റേഞ്ചിൽ വരുന്ന നമ്മളൊരു TWS ആണ് ഇന്നും പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ റീസെൻ്റ്ലി നമുക്ക് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ബെസ്റ്റ് TWS അഥവാ പുതിയതായിട്ട് ഇറങ്ങിയ TWSും അത് മെയിൻലി ബഡ്ജറ്റ് റേഞ്ചിലും ANC ഉള്ളതൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ പോയി കണ്ടു നോക്കുക. നമ്മൾ റിയൽമിയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബോട്ടിൻ്റെ ലേറ്റസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്തവരും പങ്കെടുക്കാത്തവരെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ചിലത് നമ്മൾ ഗീവ് അവേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗീവ് അവേ വീഡിയോസും കാണാത്തവരും പങ്കെടുക്കാത്തവരും മറക്കണ്ട. നമ്മളതിൽ റൂൾസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാൻ മറക്കണ്ട കേട്ടോ. സിമ്പിൾ റൂൾസ് ഉള്ളൂ, ഏറ്റവും സിമ്പിൾ റൂൾസ് ഉള്ളൂ. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ബ്ലോങ്ക്പേർട്ടിൻ്റെ ഒരു ട്രൂലി വയർലെസ് ഇയർബഡ് ആണ്. BTW സീരീസ് എന്നൊരു മോഡലാണ്. അതിന് ആക്ച്വലി ഒരു 1400 ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് പ്രൈസ് വരുന്നത്. മോഡൽ നമ്പർ എന്തായിരുന്നു ഇതിന്? നമ്മുടെ മോഡൽ നമ്പർ ആയിട്ട് ഇതിൽ MRP കൊടുത്തേക്കുന്നത് 2990 ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൻ്റെ പകുതിയാണ് ഓൾമോസ്റ്റ് നമ്മുടെ ബൈയിങ് പ്രൈസ് വരുന്നത്. ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലൊക്കെ താല്പര്യമുള്ള ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കട്ടെ. അപ്പോൾ മോഡൽ നമ്പർ വരുന്നത് BTW 100Bl എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ ബ്ലോങ്ക്പേർട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു ജർമ്മൻ ബ്രാൻഡാണ്. ഇപ്പോൾ ഇന്ത്യയിൽ പ്രൊഡക്ഷനും മാനുഫാക്ചറിങ് ഹബും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ റീസെൻ്റ് നമ്മൾ അവരുടെ ഒരു പാർട്ടി സ്പീക്കർ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അപ്പോൾ അവരുടെ തന്നെ ഒരു TWS ആണ്, ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ആയിട്ടുള്ള TWS ആണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്ലേ ടൈം ആയിട്ട് 40 hours ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ലോ ലാറ്റൻസി മോഡ് ഉണ്ട്, 80 ms-ൻ്റെ ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ജർമ്മൻ സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റ്, BT വെർഷൻ 5.1 ആണ് ബ്ലൂടൂത്ത് വെർഷൻ. സെറ്റ് റെസിസ്റ്റൻസ് ഉണ്ട്, ഗൂഗിൾ വോയിസ് അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ സംഭവം ഉണ്ട്. പിന്നെ 40 hours പ്ലേ ടൈം കിട്ടുന്നുണ്ട് വിത്ത് കേസും കൂടിയിട്ട്. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞാൽ 3 കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. ബ്ലാക്കിൽ, ബ്ലൂവിൽ, അതുപോലെ തന്നെ വൈറ്റിൽ. നമ്മുടെ ബ്ലൂ ആണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ഇവിടെ പടത്തിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ പോകാം. അതുപോലെ തന്നെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം എന്തെങ്കിലും ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചത് നമ്മുടെ ബ്ലോങ്ക്പേർട്ടിൻ്റെ ട്രൂ വയർലെസ് ഇയർബഡിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബോക്സ് ഒന്ന് പരിചയപ്പെടാം. മുകളിൽ ബ്രാൻഡ് നെയിം എഴുതിയിട്ടുണ്ട്, ട്രൂലി വയർലെസ് ഇയർബഡ് എന്ന് എഴുതിയിട്ടുണ്ട്. BTW സീരീസ് ആണ്. അപ്പോൾ 1924 ജർമ്മനി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ജർമ്മൻ സ്റ്റൈൽസ് ആൻഡ് സൗണ്ട് ആൻഡ് റിലയബിലിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. 80 ms-ൻ്റെ ലോ ലാറ്റൻസി മോഡാന്ന് കൊടുത്തിട്ടുണ്ട്. എൻജോയ് ഇറ്റ് ഒറിജിനൽ ബ്ലോങ്ക്പേർട്ടിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് 40 hour-ൻ്റെ ഒരു എന്താ പറയുക ഒരു പ്ലേ ടൈം തന്നെ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ് ആണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ്. വോയിസ് അസിസ്റ്റൻ്റ് ആണ്. കളർ അവൈലബിൾ ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ചെറുതായിട്ട് കൊടുത്തേക്കുന്നുണ്ട്. MRP 3000 രൂപയ്ക്കാണ്. അതിൻ്റെ പകുതി പ്രൈസാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1500 രൂപ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ബൈയിങ് പ്രൈസ് അതേപോലെ ബൈ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്കൗട്ട് ചെയ്താൽ മതി. നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സീൽ പൊട്ടിക്കാം. 2 സീലുണ്ട് കേട്ടോ, പൊട്ടിക്കാൻ മറക്കണ്ട, 2 സീല്. അപ്പോൾ ഞാൻ പൊട്ടിച്ച് നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാം. അയ്യോ, അപ്പോൾ ഫസ്റ്റ് തന്നെ അവരുടെ ഒരു ബുക്ക്ലെറ്റ്, ഒരു എന്താ പറയുക ഗൈഡ് വന്നിട്ടുണ്ട്. പിന്നെ ബ്ലൂ ഡോട്ട് ഓഫ് പെർഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് അവരൊരു വാറൻറ്റി രജിസ്ട്രേഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് നമ്മുടെ മെയിൻ നമ്മുടെ ഡിവൈസ്. ഇത് നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഒരു പെബിൾ ടൈപ്പാണ് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. ഇത് ബ്ലൂ കളറാണ്, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ബ്രാൻഡിങ് മുകളിൽ കാണുന്നുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, ലൈറ്റ് വെയിറ്റ് ആണ്. മുകളിൽ സൈഡിലൊരു ടൈപ്പ് സിയുടെ പോർട്ട് കാണാം. അതുപോലെ അതിൻ്റെ അടിയിലായിട്ട് അതിൻ്റെ എന്താ പറയുക BIS ഗവൺമെൻറ്റിൻ്റെ ഒരു ഹോളോഗ്രാം അല്ല അതിൻ്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് ഒരു LED ഇൻഡിക്കേറ്റർ 3 എണ്ണം കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ബോക്സിൽ എന്താ ഉള്ളത് നോക്കി നോക്കാം. ബോക്സിൽ നമുക്ക് കുറച്ചും കൂടിയും ഒരു ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വലിയൊരു ബുക്ക്ലെറ്റ് ഉണ്ട് ബ്ലോങ്ക്പേർട്ടിൻ്റെ നിറച്ച്. പിന്നെ അതിൻ്റെ ചാർജിങ് കേസും അതിൻ്റെ ഒരു എന്താ പറയുക നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സംഭവം തന്നെ. ഇയർബഡും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും ഇത് പുറത്തേക്ക് എടുക്കുന്നില്ല. ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് തിരിച്ചിടാം. നമ്മളിത് ആക്ച്വലി ഒരു എന്താ പറയുക ഈ ഇയർബഡ് വേണമെങ്കിൽ നമുക്കൊരു ഗീവ് അവേ ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നേരത്തെ നമ്മൾ അത് ഇൻട്രൊഡക്ഷനിൽ പറയാൻ മറന്നു. നമ്മൾ ആക്ച്വലി ഒരു ഗീവ് ആയിട്ട് കൊടുക്കാൻ നമ്മൾ നേരത്തെ നമ്മൾ ഓൾറെഡി 2-3 ഗീവ് വീഡിയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ അതേ റൂൾസ് തന്നെയാണ് നമ്മൾ ഇതിലും പറയുന്നത്. 5K വ്യൂസ് ആകുമ്പോൾ നമ്മൾ ഇത് അനൗൺസ് ചെയ്യട്ടോ. 5K വ്യൂസ്. പിന്നെ പോരാത്തതിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്തിരിക്കണം. യൂട്യൂബ് അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും നല്ലൊരു കമൻറ്റും ചെയ്തിരിക്കണം ഈ വീഡിയോൻ്റെ താഴെ. അപ്പോൾ ഇത് 3 നമ്മൾ വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ അത് 3 ചെയ്യാൻ മറക്കണ്ട കേട്ടോ.
അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ കേസ് മാറ്റി വയ്ക്കാം. ഇത് ഫുള്ളി ഒരു ഡാർക്ക് കളറായതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറയിൽ കുറച്ചും കൂടി ഡാർക്കായിട്ട് കാണുക. അപ്പോൾ ഞാൻ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ബിൽഡ് ക്വാളിറ്റി പറഞ്ഞാൽ സൂപ്പർ തന്നെയാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിൻ്റെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഞാൻ ബ്ലൂടൂത്ത് ഓൾറെഡി ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്തിൻ്റെ സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ പുതിയ ഡിവൈസ് നമുക്ക് ഓപ്പൺ ലിഡ് കിട്ടുമോ നോക്കി നോക്കട്ടെ. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഒരു സിൽവർ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ക്രോം ഫിനിഷും സൈഡിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, റൈറ്റും ലെഫ്റ്റും എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഞാനത് തുറന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫോണിൽ ഇത് ഡിറ്റക്റ്റ് ആകുമോ നമുക്ക് നോക്കി നോക്കാം. അതോ നമുക്ക് ഇയർബഡ് പുറത്തേക്ക് എടുക്കണമെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിപ്പോഴും ഡിറ്റക്റ്റ് ആയിട്ടില്ല. നമുക്ക് എന്തായാലും എനിക്ക് തോന്നാം പുറത്തേക്ക് എടുക്കേണ്ട വരുമോ, അതോ അതിൻ്റെ ഉള്ളിൽ നമുക്കത് ചാർജിങ് അതിൻ്റെ ഒരു ഇവിടെ അതുണ്ട് കേട്ടോ, അതാണ് ഡിറ്റക്റ്റ് ആവാത്തത്. ഇത് ചാർജ് ആവാണ്ടിരിക്കാനുള്ള ആ സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, ഇത് ഇതില്ലെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യില്ല. 2 സ്റ്റിക്കർ, അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഒരു സ്റ്റിക്കർ. ആ സ്റ്റിക്കറും മറച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ലൈറ്റ് കാണാം, ഒരു ബ്ലൂ ലൈറ്റാണ് വരുന്നത്, ഒരു ഇൻഡിക്കേഷൻ ഇതാ ഉണ്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. അടയ്ക്കുക, ഓപ്പൺ ചെയ്തു, നമുക്ക് റീഫ്രഷ് അടിക്കാം. അപ്പോൾ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാം. മോസ്റ്റ്ലി ഡിറ്റക്റ്റ് ആവേണ്ടതാണ്. എന്ന് വെച്ചാൽ ലിഡ് ഓപ്പൺ എന്താ പറയുക, ലിഡ് ഓപ്പൺ അതിൻ്റെ ഡിസ്കവറബിൾ ഫീച്ചർ മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാത്തിലും വരുന്നതാണ്. പണ്ടൊക്കെ നമുക്കത് ഒരു ഹൈ റേഞ്ചിൽ മാത്രമേ വരുന്നുള്ളൂ, പക്ഷേ ഇപ്പോഴും ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഇതിന് പുറത്തേക്ക് തന്നെ എടുത്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഇൻഡിക്കേറ്റർ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നത് ലൈറ്റ് വെയിറ്റ് ആണ് ഭയങ്കരമായിട്ട്. അതിന് ഒരു ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മുകളിൽ 2 ലൈറ്റ് ഇൻഡിക്കേറ്ററും ഉണ്ട് ഇതിന്മേൽ. പിന്നെ ഇന്നിയർ ടൈപ്പ് തന്നെയാണ്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കൊള്ളാം, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് എടുത്തപ്പോഴാണ് ഡിറ്റക്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അത് ഓപ്പൺ ഡിറ്റക്ഷൻ ഇല്ല. അപ്പോൾ ഞാൻ പെയറിങ് കൊടുക്കുകയാണ്. അപ്പോൾ പെയറിങ് കൂടെ കൊടുത്തത് കാണാം. ഇനി നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് വരണം. അത് നമ്മൾ അലോ ചെയ്താലേ നമുക്ക് പെയറിങ് ആവുള്ളൂ. അപ്പോൾ പെയറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ലാഗ് ഉണ്ട്. നമ്മൾ ആ കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫെയിൽഡ് പറഞ്ഞിട്ടാണ് കാണിച്ചത്. എനിക്ക് തോന്നുന്നു റീസെറ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട്. എന്തായാലും സാധനം റിയൂസ്ഡൊന്നല്ല വന്നത്, ഫുൾ പേപ്പി എന്താ പറയുക സീൽഡ് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണുന്നതായിരിക്കും. ഇതിപ്പോൾ കണക്ട് ആയിട്ടുണ്ട്. ഒരു 70% ബാറ്ററി കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്കൊരു ഇനീഷ്യൽ ഇംപ്രഷനായിട്ട് നമുക്ക് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. ഇതിൻ്റെ കംഫോർട്ട് പറയുകയാണെങ്കിൽ നല്ല കംഫോർട്ട് തന്നെയാണ് കേട്ടോ. നല്ല ടൈറ്റ് ഫിറ്റ് തന്നെയാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാട്ട് കേട്ട് നമുക്ക് ഓക്കെ ആണ്. ക്വാളിറ്റി വോക്കൽ ക്വാളിറ്റി സൂപ്പറാണ്. വെച്ചപ്പോൾ തോന്നി. ബാസും ഉണ്ട് അത്യാവശ്യം. പക്ഷെ ഒരു വോളിയം ഒരു കുറവുണ്ട്. എന്ന് വെച്ചാൽ ഒരു 80-90% ഇടുമ്പോഴാണ് അത്യാവശ്യം കേൾക്കുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്ലിയർ വോയിസാണ്. ബാസുണ്ട് അത്യാവശ്യം ബാസൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാതെ ബാസുണ്ട്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്, നല്ല രസമുണ്ട് കേൾക്കണ്ടാവും. കുറച്ച് ടൈറ്റ് ഫിറ്റ് ആയിരിക്കുന്നത് മാത്രം. പിന്നെ ഒരു കോണിന് നമ്മൾ കേട്ടപ്പോൾ തന്നെ പറയാനുള്ളത് ഒരു വോളിയം കുറവ് തന്നെയാണ്. അതിന് ചെറിയൊരു വോളിയം കുറവ് ഉണ്ട് ശരിക്കും. അപ്പോൾ അതൊരു കുറവായിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ക്വാളിറ്റി നല്ല ഒരു സ്പീക്കർ ക്വാളിറ്റി, നല്ല ഡ്രൈവർ ക്വാളിറ്റി തന്നെ ഉണ്ട്. അത് നമുക്ക് എന്തായാലും പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഇനീഷ്യൽ ഇംപ്രഷനിൽ തന്നെ അറിയാൻ പറ്റും. നമ്മൾ കുറേ TWS വെച്ച് നോക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. പിന്നെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മളെന്തായാലും ഒരു കോൾസിലും അതുപോലെ തന്നെ ചെറിയ ഗെയിംസിലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളൊരു ഒരു മണിക്കൂർ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ്. അപ്പോൾ വോയിസ് ക്വാളിറ്റി, നമ്മളെ വോയിസ് കോളും ഒരു അത്യാവശ്യം ആവറേജ് തന്നെ പെർഫോമൻസ് തന്നെയാണ്. എന്തെങ്കിലും അറിയാമായിരിക്കും. ഇതിൽ ക്യാൻസലേഷൻ നോയ്സ് ക്യാൻസലേഷൻ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്നാലും ഇൻഡോർ യൂസിന് അത്യാവശ്യം ഓഡിബിൾ തന്നെയാണ്. ഞാൻ ഇതിൽ ഓൾറെഡി നമ്മൾ കോണായിട്ട് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വോളിയം ഒരു കുറവുണ്ട്. എന്ന് വെച്ചാൽ 90% ഇടുമ്പോഴാണ് അത്യാവശ്യം നല്ല വോളിയം ആവുന്നത്. പക്ഷേ ഭയങ്കര വോളിയം കുറവാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. അപ്പോൾ ഒരു ആവറേജ് ആണ്. നമുക്ക് ഗെയിമിംഗ് മോഡ്, ബീസ്റ്റ് മോഡ് എന്ന സംഭവം വേറെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. പക്ഷേ എന്നാലും ഒരു അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കാം. പക്ഷേ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ ലാഗും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതിനൊക്കെ എന്തായാലും ഒരു എന്താ വെച്ചാൽ പറയുക യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ബ്ലോങ് പോട്ടിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി, അതായത് സ്പീക്കറിൻ്റെ ക്വാളിറ്റി എന്തായാലും അത് തരുന്നുണ്ട്.
ഒരു ഇതിൻ്റെ ഒരു വോയിസ് ക്വാളിറ്റിയും വോക്കൽ ക്വാളിറ്റിയൊക്കെ ഒരു ഒന്നൊന്നരം ക്വാളിറ്റി തന്നെയാണ്. ബാസും അത്യാവശ്യം നല്ല ബാസ്, കുഴപ്പമില്ലാത്ത ബാസ് ഉണ്ട് ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ. ആകെയുള്ളൊരു കോൺ എന്ന് പറയുന്നത് ആ ഒരു വോളിയത്തിൻ്റെയാണ്. ഒരു 90% ഇട്ടാലാണ് നല്ലൊരു വോളിയം എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ബാക്കിയുള്ളതിലൊരു 70% ഇടുമ്പോൾ ഇതിലൊരു 90% ഇടണം. അങ്ങനെ ഒരു ഡിഫറൻസ് ആണ് എനിക്ക് തോന്നിയത്. ബാക്കി വേറെ കോണും കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഞാൻ അതിൽ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ 5 watt 12 വോൾട്ടൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ, മാക്സിമം 10 വാട്ടിൻ്റെയൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. എന്താ വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ OnePlusൻ്റെ 30 വാട്ടും 65 വാട്ടും കാര്യങ്ങളൊന്നും ചാർജ് ചെയ്ത് നോക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഇത് റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെയായിരിക്കും. എന്തായാലും 1500 ഈ പ്രോഡക്റ്റ് റേഞ്ചിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ചിട്ട് നമുക്കത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്, കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ താല്പര്യം ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.